അപ്പം ബോട്ട് കയറി. ഷെയറിംഗ് ബോട്ടാണ്. ഷെയറിംഗ് ബോട്ട്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ബോട്ടിൽ മാത്രമാണ് ലൈഫ് ജാക്കറ്റ് കാണുന്നത്. നമ്മൾ മണികർണിക ഘാട്ട് എന്നാണ് പുറപ്പെടുന്നത്. മുമ്പ് കാണുന്നതാണ് മണികർണിക ഘാട്ട്. പുറപ്പെടുകയാണ്. 200 രൂപ ഷെയറിങ്ങിന് ഒരാൾക്ക് ചാർജ്. 35 മിനിറ്റ്. ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഘാട്ടും അതിന്റെ തീരത്തെ കൂടെ കാണിച്ചിട്ട് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നടന്നു പോകേണ്ട സൗകര്യമുണ്ട്. കുറച്ച് നടക്കാൻ പറ്റുന്ന ആളെങ്കിൽ നടന്നിട്ട് എല്ലാ ഘാട്ടും കാണാം. പക്ഷെ എന്താ സംഗതി എന്ന് വെച്ചാൽ തിരക്ക്, ഫുൾ തിരക്ക്. ഓരോ ഘാട്ടിലേക്കും നടന്നെത്തേണ്ട വഴികളെല്ലാം തിരക്കാ. അപ്പോൾ ചില ഘാട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് തിരക്ക് കാരണം. അശ്വമേധ് ഘാട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തിരക്ക് കൂടി. നല്ല തിരക്ക് ഇവിടെ. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിന് നല്ല സൗകര്യമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ശവം ഗംഗയിൽ മുക്കി. ഒരു പ്രാവശ്യം മുക്കിയിട്ടില്ല. മുക്കി പൊന്തിച്ച്. രാം നാം സത്യ എന്നാ പറയാ. ഗ്രൂപ്പ് തിരക്കായി. പൂവായിട്ട് കുറെ നേരം ഇരുത്തിയിട്ട്. അതുകൊണ്ട് ആളെ പിന്നെയും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ പോന്നു. അപ്പോ അവിടെ മുക്കുന്നതാണ് കാണിക്കുന്നത്. ഗംഗയില് ബോഡി മുക്കുന്നുണ്ട്. പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. ബോഡി മഞ്ചത്തിലാക്കിയിട്ട് ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. രാം നാം സത്യ എന്നാണ് പറയുക മുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് മുകളിലോട്ടല്ല താഴെയില്ല കത്തിക്കുന്നിടത്തേക്കാണ് കൊണ്ടുപോവുക. ഇവിടെയുള്ള ബിൽഡിങ്ങിന്റെ ഒരു പണിത്തരം കണ്ട. അമ്പലങ്ങൾ പോലെയുള്ള പണിത്തരങ്ങൾ. ഇതിപ്പോ ഈ കാണുന്ന ഘാട്ട്, ഈ ഘാട്ട് പുതിയതായിട്ട് ഇവിടെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഒരു ഭാഗത്ത് വെയിലടിക്കുന്നുണ്ട്. അപ്പം ഗ്ലെയർ ഉണ്ടാവും. അങ്ങോട്ട് പിടിക്കുന്നില്ല, സൈഡിൽ തന്നെ പിടിക്കുന്നത്. ബോട്ട് പുറപ്പെട്ടു തുടങ്ങി. വൈകുന്നേരം 4:30 മണി. നല്ല കാറ്റ്, നല്ല സുഖമില്ല കാറ്റാ. ഗംഗാ നദി കൂടെ ഒരു സവാരി. ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് സവാരി. എല്ലാ വരവിനും എല്ലാ കാര്യങ്ങളും നടന്നെന്ന് വരൂല. അപ്പോൾ ചിലപ്പം വേറെ സമയങ്ങളിലായിട്ട് വരേണ്ടി വരും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നടക്കാത്ത ചില കാര്യങ്ങൾ ഇപ്രാവശ്യം ബോട്ട് സവാരിയായി. കഴിഞ്ഞ പ്രാവശ്യം ബോട്ട് പോയിട്ടില്ല. തിരക്ക് നോക്ക നിങ്ങൾ. അവിടെയെല്ലാം മുഴുവൻ ജനങ്ങളാ. ഓരോ ഘാട്ടിൽ നിന്ന് മറ്റേ ഘാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്ക്. മണികർണിക ഘാട്ട് കഴിഞ്ഞ് ലളിത് ഘാട്ട്. ഒരു സ്ഥലത്തും നമുക്ക് കയറാൻ പറ്റൂല. അമ്പലങ്ങളിലൊന്നും തന്നെ. എല്ലാ അമ്പലങ്ങളിലും ക്യൂ ആണ്. ഭയങ്കര ക്യൂ. ബോട്ട് സവാരി ഗംഗാ നദി കൂടെ, ഘാട്ടിന്റെ സൈഡിൽ കൂടെ. മണികർണിക ഘാട്ടെന്നാ കയറിയത്. നല്ല രസമുണ്ട്. ഫുള്ള് ബോട്ടാ. ഫുള്ള് അത്രക്കും ജനങ്ങളുണ്ട്. അത്രയും ബോട്ട് എല്ലാം ഫുള്ളാ. കുംഭമേള എന്ന് പറയുമ്പോ ഇവിടെ ഒരു കോളടിച്ച പോലെ, കോളടിച്ച് കുംഭമേള. അതിന്റെ മറ്റൊരു മേളയെ വാരണസിയിലില്ല. തിരക്ക് നിങ്ങൾ കാണണം. എല്ലാ ഘാട്ടിലും ആൾക്കാരെ കൊണ്ട് ആള് നിറഞ്ഞിരിക്കുക. ഒന്നും പറയാനില്ല. വന്നൊരിക്കലെങ്കിലും അനുഭവിക്കണം ഈ തിരക്ക്. തിരക്കാവുമ്പോ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പെട്ടെന്ന് റൂമും ഭക്ഷണവും എല്ലാം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ ഇവിടെ ഭക്ഷണത്തിനൊന്നും അങ്ങനെ പ്രയാസമില്ല. ചായയും കച്ചോരി, സമൂസ, ചാട്ട് ഇതെല്ലാം ഫാസ്റ്റ് മൂവിങ്. ഒരുപാട് ആൾക്കാർ മേടിച്ച് കഴിക്കുന്നുണ്ട്. 3 നേരം ഇതന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ.
ഞാൻ മനസ്സിലാക്കിയത് താലിക്ക് ഇവിടെ 150 രൂപ കൊടുക്കണം. ഒരു റെഗുലർ താലി, 4 റോട്ടി അല്ല 4 ചപ്പാത്തി റൈസ് ലിമിറ്റഡ് ആണ്. അതിന് 150 രൂപ കൊടുക്കണം. 80 രൂപക്കൊന്നും താലി ഇല്ല, ഇപ്പൊ ഇല്ല, കാണുന്നില്ല. ഇവിടെ വാരണാസിയിലെല്ലാം 150 രൂപയാ റെസ്റ്റോറന്റുകളില്. കച്ചോരിയെല്ലാം 20 റുപ്യ, സമൂസ 20 റുപ്യ, ചിലയിടത്ത് 15 രൂപ. അതുപോലെ ഗുലാബ് ജാമുൻ 1-ന് 20. അങ്ങനെയൊക്കെയാണ് റേറ്റ്. പിന്നെ ലസ്സി നല്ലോണം പോകുന്നുണ്ട് ഇവിടെയെല്ലാം. ഏതായാലും കണ്ട ഇവിടെയെല്ലാം ഇതാണ് ആർത്തിന്റെ സ്ഥലം. ആർത്തി നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ തിരക്ക നമുക്കൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. 6 മണി സമയം അങ്ങാനാണ് ആർത്തി കാണാൻ ഇപ്പോഴേ ആള് വന്ന് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ഈ കാട്ടിലാണ് ഭയങ്കര തിരക്ക്, ജനങ്ങള്. ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആളുണ്ടാവും ഈ ഘാട്ടിൽ മാത്രം. ഈ ഘാട്ടിൽ മാത്രം. ഏതാ ഘാട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേര് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഗംഗാർത്തി നടക്കുന്ന ഘാട്ട് അതന്നെയാണ്. ഗംഗാർത്തി നടക്കുന്ന ഘാട്ടില് എവിടെ കൂടുതലും ആൾ ഇപ്പോഴേ ക്യാമ്പ് ചെയ്യുന്ന ഗംഗ ആരത്തി കാണാൻ. വൈകുന്നേരം 6 മണി ആ സമയമാണ് ഗംഗ ആരത്തി വരിക. അതിന്റെ തൊട്ടടുത്ത് മുൻഷി ഘാട്ടുണ്ട്. തൊട്ടടുത്ത് ദർഭംഗ ഘാട്ട്. ഓരോ ബിൽഡിങ് മാറി മാറി വരുമ്പോ ഓരോ ഘാട്ടായി. അവിടെ നല്ല തിരക്കാണ്. അവിടെ ബോട്ടിങ്ങും ഉണ്ട്. എല്ലാ ഘാട്ടിലും ബോട്ടിങ് സുലഭമായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും ബോട്ടിങ്ങിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു ലൈഫ് ജാക്കറ്റ് വന്നിട്ടുണ്ട്. മുഖത്തേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. മുഖത്തേക്ക് നേരെ ഇരിക്കുമ്പോൾ മുഖത്തേക്കാ വെയിലടിക്കുന്നത്. ബോട്ടിങ് നല്ല രസമുണ്ട്. ബോട്ടിങ് നല്ല സുഖം. ദശമേത് കാട്ടിൽ പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ബ്ലോക്കാക്കിയിരിക്കുക എന്നാ പറഞ്ഞത്. ഇനി പോകണമെങ്കിൽ കുറെ സമയം പിടിക്കും, പെട്ടെന്ന് നടന്നെത്തൂല. കാരണം ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ നടക്കണം. രാവും പകലും ഇല്ലാണ്ട് ഇവിടെ തിരക്കാം. അങ്ങനെ ഒരുപാട് ഘാട്ടുകളുണ്ട്. ദിഗ്പതിയ ഘാട്ട് കുറെ ഉണ്ട്. ഏതായാലും ഈ ബോട്ടിങ് ഒരു നല്ല സംഗതിയാണ്. നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ അരുവ് കൂടെ ഇങ്ങനെ പോവാം. ഘാട്ടെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് മനസ്സിലാക്കാം ഓരോന്ന്. മറ്റേ നടന്നു കഴിഞ്ഞാൽ നടക്കണ്ടേയില്ലോ, ഓരോ ഘാട്ട് വിട്ട് നടക്കണ്ടേയില്ലോ. പക്ഷെ നടന്നു കഴിഞ്ഞാൽ തിരക്കിന്റെ ഇടയിൽ പെട്ടെന്ന് എത്തൂല. ചില ഘാട്ട് പൂട്ടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അവിടുത്തെ തിരക്ക് കാരണം. നേരിട്ട് പോയി കഴിഞ്ഞാലേ അറിയും. അങ്ങനെ നേരിട്ട് പോവാനാണെങ്കിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാനാണ് പ്രയാസം. ഒരുപാട് സമയമെടുക്കും. പിന്നെ മെയിൻ റോഡ് കൂടെ ഒന്നും വരാനും പറ്റൂല. സ്ഥലവും മനസ്സിലാവുന്നില്ല തിരക്കുകൊണ്ട്. ഗലി കൂടെ നടന്ന് കയറി വരണം പല ആളോട് ചോദിച്ചിട്ട്. നമ്മളടുത്ത ഘാട്ടിലേക്കെത്തി. രാജാ ഘാട്ട് അടുത്ത ഘാട്ട്. ഇതില് എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. തൊട്ടടുത്ത് നാരദ് ഘാട്ട്. ഇഷ്ടംപോലെ ഘാട്ടുണ്ട്. മുകളിന്ന് ഓരോന്നിലേക്കും ഇറക്കാം. മാൻസറോവർ ഘാട്ട്. അടുപ്പിച്ചടുപ്പിച്ച് ഘാട്ട. പല ഓരോ 2 മിനിറ്റിന് ഘാട്ടിന്റെ പേര് മാറുന്ന ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമോ ഘാട്ട് ഉണ്ടൊന്ന് പുതിയ. നമ്മളെ നരേന്ദ്രമോദിജിന്റെ പേരിലെല്ലാം നമോ ഘാട്ട് അതുകൊണ്ട് പുതിയ. എല്ലാം പഴയ കെട്ടിടങ്ങളാ, പഴയ ബിൽഡിങ്ങുകളാ എല്ലാം. അത് പെട്ടെന്ന് എവിടെ പോയി, ബിൽഡിങ്ങിന്റെ ബാക്ക് പോയി സൂര്യൻ. അതുകൊണ്ട് കുറച്ചൊരു പ്രകാശം കുറവ്.
ബിൽഡിങ്ങിന്റെ ബാക്കിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു. സമയം 4-5 മണിയായിട്ടില്ല കേട്ടോ. 6 മണിയാകുമ്പോൾ ഇരുട്ടാവും. നമ്മൾ മണികർണിക ഘാട്ട് പോയി കഴിഞ്ഞ് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലുള്ള ഘാട്ടിൽ വേണേ ഇറങ്ങാം. അവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പിന്നെ വേറെ ബോട്ട് പിടിച്ച് വരേണ്ടി വരും, ഷെയറിങ്. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഇങ്ങനെ നടന്നു വരാം. അപ്പുറത്തെ ഭാഗത്ത് നിങ്ങളുണ്ട്, അവിടെ പൂഴിയാണ്. നടുവില് മാത്രമേ വെള്ളമില്ലൂ, ആ ഭാഗത്ത് പൂഴിയാ. അവിടെ കണ്ടിട്ട് ആഴമുണ്ട് നടുവില്. ഒരു ഭാഗം പൂഴി എന്ന് പറഞ്ഞാൽ വെള്ളമില്ല. നല്ല ക്ലിയർ വെള്ളം വൃത്തിയാക്കുന്നുണ്ട് എന്തായാലും. കച്ചറയൊന്നുമില്ല, അല്ലെങ്കിൽ വെള്ളത്തിലെല്ലാം കച്ചറയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല, എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളം ഈ ഭാഗത്ത്. ഘാട്ടിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വരാം ഇനിയും. ലാലി ഘാട്ട് ഞാൻ കാണുന്നത് മാത്രം വായിക്കുന്നില്ല. ലാലി ഘാട്ട് അങ്ങനെ ഒരു ഘാട്ട് കഴിഞ്ഞ് ബോട്ടിലായതുകൊണ്ട് പെട്ടെന്ന് അടുത്ത ഘാട്ട് വരും. അടുപ്പിച്ച് ഒരു ബോട്ട് നടുവ് കുടുങ്ങി. നമ്മളെ പുതിയ ബിൽഡിങ്ങുകളുണ്ട്, പഴയതുണ്ട്. പഴയത് വേറെ തന്നെ കണ്ടാ അറിയാം. ഓരോന്ന് എന്ത് ബിൽഡിങ്ങാന്ന് അറിയില്ല എനിക്ക്. കുറെയെല്ലാം റെസിഡൻസ് ബിൽഡിംഗ് ഉണ്ട്, താമസിക്കുന്ന കുറെ ബിൽഡിങ്ങുകളുണ്ട്, പഴയ വീടുകളുണ്ട്. ചെറിയ ബിൽഡിംഗ് എല്ലാം കാണുമ്പം പഴയ ആൾക്കാരെ പാലസ് പോലെ ഇരിക്കുന്നത്. ചിലപ്പോ പഴയ അവരെ ബംഗ്ലോ പാലസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഇത് ഹനുമാൻ ഘാട്ട്, ഈ മഞ്ഞ ബിൽഡിംഗ് കാണുന്ന ഹനുമാൻ ഘാട്ട്. നിരഞ്ജനി ഘാട്ട് അവിടെ ലെഫ്റ്റില്. ചേത് സിംഗ് ഘാട്ട്. ഇത് എന്താണെന്നറിയില്ല, ഒരു എൻട്രൻസ് എല്ലാം ഭയങ്കര എൻട്രൻസ്. പഴയ ബിൽഡിംഗ് ആയത്. പഴയ വീടാണോ കൊട്ടാരാണോ, ഉള്ളില് അമ്പലവും കാണുന്നുണ്ട്. ചേത് സിംഗ് ഘാട്ട് വീടായിരിക്കും, ആരെങ്കിലും എല്ലാം പഴയ വീടായിരിക്കും ഘാട്ടിന് തൊട്ടിട്ട്. ഭയങ്കര വലിയ മതില ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാ ഘാട്ടിലും ബോട്ടിംഗ് സൗകര്യമുണ്ട് ഇപ്രാവശ്യം. എല്ലാ ഘാട്ടിലും ഉണ്ട്. അടുത്ത പ്രഭു ഘാട്ട്. അങ്ങനെ ഒരുപാട് പഞ്ചക്കോട്ട് ഘാട്ട് എഴുതി വെച്ച വായിക്കാൻ പറ്റുമോന്നറിയില്ല. നിഷാദ്രാജ് ഘാട്ട്. അങ്ങനെ ഒരുപാട് ഘാട്ടുണ്ട്. ജെയിൻ ഘാട്ട്, ജെയിൻ മന്ദിറുണ്ട്. മുകളിൽ കാണുന്ന ജെയിൻ ഘാട്ട്, ജെയിൻ മന്ദിറാണത്. ഇനി ഇവിടെയൊന്നും അങ്ങനെ തിരക്ക് കാണുന്നില്ല. ആൾക്കാര് ഇവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഏതായാലും ബോട്ടിംഗ് തകൃതിയിൽ നടക്കുന്നുണ്ട്. ബോട്ടിന്റെ എല്ലാം ഏറ് കളിയാ, പിങ് പോങ് ബോൾ പോലെ ബോട്ടിന്റെ ഏറ് കളിയാ. നമ്മൾ ഏകദേശം ഘാട്ട് കഴിയാനായി. അങ്ങ് ലാസ്റ്റ് ഘാട്ടെത്താനായി ഏകദേശം. മാതാ ആനന്ദമയി ഘാട്ട്.
ജാൻകി ഘാട്ട്. എല്ലാ ഘാട്ടിന്റെ ഒരുവിധം ഘാട്ടിന്റെ ചില ബിൽഡിങ്ങിന്റെ മുകളിലെല്ലാം അമ്പലങ്ങളുണ്ട്, ഗോപുരങ്ങൾ കാണാം അമ്പലത്തിന്റെ. അതല്ല ഓരോ വീടുകള്, ചിലയിടത്ത് പള്ളികളുണ്ട്. ഓരോ വീടുകള് ഉള്ളില് പ്രൈവറ്റ് ആയിട്ടുള്ള അമ്പലമായിരിക്കും അതെല്ലാം. ഇപ്പൊ നമ്മള് എത്താൻ പോകുന്നത് ദശാശ്വമേധ് ഘാട്ടിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാ, അവിടെ നല്ല തിരക്കാ. ദശാശ്വമേധ് ഘാട്ടില് വൺ ഓഫ് ദ മെയിൻ ഘാട്ടാ അത്. മണികർണിക. ഇതാണ് അസ്സി ഘാട്ട്. അസ്സി ഘാട്ടില് മരണത്തിരക്ക്. ആളെ ആള്. അസ്സി ഘാട്ടിലെ തിരക്ക് ഉണ്ട്. ഞങ്ങള് അതിന്റെ തൊട്ടടുത്ത് റീവ ഘാട്ട്, ഭയങ്കര ആള്, ഭയങ്കര തിരക്ക്. अभी गाड़ी हम लोग दो लोग ले आगे बस हम ले खत्म है। ब्रेक लगा बढ़ाओ कार में ना यहां से हाय देखा मारे चार यार लगी लगा पूरा सब ठीक लगा। ബോട്ട് തിരിച്ചു പോന്ന നമ്മള്. ബോട്ട് തിരിച്ചു പോന്നാണ്. അറിയില്ല ഇനിയിപ്പോ നമ്മള് വന്നിടത്ത് തന്നെ നമ്മൾ ഇറക്കുവോന്നറിയില്ല. ആർത്തി ഘാട്ടില ഇറക്കുക എന്ന് പറഞ്ഞാൽ ഗംഗാരത്തി നടക്കുന്ന ഘാട്ടില ഇറക്കുക എന്ന് പറയുന്നത്. അവിടുന്ന് ഇപ്പോ ഞാൻ കേരിയ ഘാട്ടിലേക്ക് നല്ല തിരക്കുണ്ട്, സമയമെടുക്കും. ഓരോ ഗലിയിൽ ഇടിച്ചടിച്ച് വേണം കയറി പോവാൻ. മെയിൻ റോഡ് കൂടെ പോകുന്ന ചിന്തിക്കേ വേണ്ട. അതുകൊണ്ട് നോക്കട്ടെ ഇനി എങ്ങനെയാ ഇവരെവിടെ ഇറക്കുകയെന്ന്. പറഞ്ഞിടത്തൊന്നുമല്ല ഇറക്കുക, പറഞ്ഞത് മണികർണികയിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് മണികർണികയിൽ തന്നെ ഇറക്കുന്നാ പറഞ്ഞത്. ബോട്ട് കയറിയപ്പം വേറെ എന്നാ പറയുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളായി. ഏതായാലും ഓരോ ഘാട്ടുകൾ ഒന്നും കൂടെ കാണാം. ഇങ്ങനെ വരിവരിയായി പടർന്ന് കിടക്കുക. ഇതൊക്കെ സമയമില്ലെങ്കിൽ ഇങ്ങനെ ബോട്ടിൽ കൂടെ പോവുക നല്ലത്. ഷെയറിംഗ് ബോട്ടുണ്ട്, ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ പോവാം. നമ്മളാ ലാസ്റ്റ് കണ്ട ഘാട്ട്, തിരക്കില്ല ഘാട്ട്, അത് അസ്സി ഘാട്ടായിരുന്നു. ആർത്തി ഗംഗ ആർത്തി നടക്കുന്നതാണ് അശ്വമേധ് ഘാട്ട്. അവിടത്തേക്കാ ഇപ്പം ബോട്ട് നിർത്തുക എന്ന് പറയുന്നത്. ഏതായാലും അപ്പൊ ഗംഗ ആർത്തിയും കൂടെ കണ്ടിട്ട് ഇവിടുന്ന് അടുത്ത പരിപാടി നോക്കാം. അപ്പം ഗംഗ ആർത്തിയും കൂടെ കണ്ടു കഴിഞ്ഞാല് ദശാശ്വമേധ് ഘാട്ടിലാണ് ഗംഗാരത്തി നടക്കുക. അവിടെ ഓൾറെഡി ആള് ക്യൂ സീറ്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഈ ബോട്ട് അവിടെയാ നിർത്തി തരിക. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗംഗാരത്തിയും കാണാം. എന്നാ പിന്നെ ആ കാര്യമായി, വിചാരിക്കാത്ത ഒരു കാര്യമായി. ഞാൻ വിചാരിച്ച തിരക്കുകൊണ്ട് നടക്കൂലെന്ന്. അവൻ ബോട്ട് അവിടെ നിർത്തുന്നോണ്ട് അതും കണ്ട് പുറപ്പെടാം. ദശാശ്വമേധുമായി ഇനിയൊന്ന് നമോ ഘാട്ട് കാണണമെന്നുണ്ട്. അതെങ്ങനെയാ നോക്കട്ടെ, സമയമുണ്ടേ കാണും. ഇവിടെ ഫുൾ ടൈം 24 മണിക്കൂറും ആളിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഈ ഘാട്ടിലെല്ലാം. കാരണം രാവിലെ ഗംഗാരത്തി നടക്കും. എത്ര മണിക്കാന്ന് ചോദിക്കണം. 6:30ക്കാണ് ആർത്തി.
ഇപ്പോഴേ പോയി നിന്നാലേ ആർത്തി കാണാൻ പറ്റും. ആർത്തി കഴിഞ്ഞ് 6:30 കഴിഞ്ഞ് ഏകദേശം 7 മണിയെല്ലാം ആകുമ്പോൾ ബോട്ട് സർവീസ് നിൽക്കും. ഇപ്പൊ ചോദിച്ചപ്പം പറഞ്ഞെന്നെ ബോട്ടുകാരൻ. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഘാട്ട് അശ്വമേധ് ഘാട്ട് ഇവിടെ എത്താനായി. ആർത്തി ഘാട്ട്, ഗംഗ ആർത്തി ഘാട്ട്. ഇപ്പോഴേ ഇവിടെ നിൽക്കണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റും. അടുപ്പിച്ച് വന്നാൽ എത്തുകയില്ല, കാണുകയില്ല. അപ്പൊ ഇവിടെ ഏതായാലും എവിടെയെങ്കിലും ഒന്ന് ക്യാമ്പ് അടിക്കുക, കുത്തിയിരിക്കുക, എന്നിട്ട് കാഴ്ചകളെല്ലാം കണ്ട് ആർത്തി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഏതായാലും കാഴ്ചകളിൽ നല്ല മനോഹരമായിട്ടുണ്ട് കാഴ്ചകള്. कितने बंदों का मुंशी घाट, ദർഭംഗ ഘാട്ട് എവിടെ ഇറക്കുന്നതെന്ന് അറിയില്ല. അടിച്ച് ബോട്ട് ശ്രദ്ധയൊന്നുമില്ല, എല്ലാം തട്ടുമുട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഏതാ ഘാട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല.